നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല മുരിഞ്ഞ റവദോശയും ഒരു സ്പെഷ്യൽ ചട്നിയാണ്. റവദോശ തയ്യാറാക്കാനായിട്ട് കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുക. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. റവദോശയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പകുതി സവാള, അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, കരിവേപ്പില. നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തായിട്ടൊരു മിക്സിംഗ് ബൗളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് റവ, വറുത്തതാണെങ്കിലും വറുക്കാത്താണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുത്തത് ആ സെയിം അളവിൽ തന്നെ 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. വറുക്കാത്താണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദ വേണമെങ്കിലും ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ കുറച്ച് പുളി കുറവുള്ള തൈരാണ് കുറച്ചും കൂടി നല്ലത്. 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്. അതായത് ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളകാണ് കുറച്ചും കൂടി നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കുക. വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കാരണം ഇതിൽ വറുത്ത അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയും കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അന്നേരം റവയൊക്കെ നല്ല കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി കുറച്ചുകൂടി വെള്ളം എന്തായാലും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയം കിട്ടും. നമുക്കിതിന് ഒരു സ്പെഷ്യൽ ചട്നി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, ഒരു സവാള, ടൊമാറ്റോ, മല്ലിയില, ഇത്രയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാം. കടായിലോട്ട് ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഇപ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നത്. അതേ അളവിൽ തന്നെ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ, പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം 2 വെളുത്തുള്ളി, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്താൽ മതിയാകും. എരിവിന് വേണ്ടിയിട്ട് 2 എരിവുള്ള വറ്റൽമുളകും 2 കാശ്മീരി വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ഇടത്തരം വലുപ്പമുള്ള ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു സ്പെഷ്യൽ ചട്നിയാണ്. ഇതിൽ ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്. ഒത്തിരി സ്പൈസി ആവില്ല, കാരണം ക്യാരറ്റിന് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇതിൽ നാളികേരം ഒന്നും ചേർക്കില്ല. പിന്നെ ഇത് നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് ഈ ഒരു ചട്നി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് 5 മുതൽ 6 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതായത് ക്യാരറ്റ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് കുക്ക് ആയാൽ മതിയാവും. അതുപോലെ തന്നെ ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അളവിൽ പുളി ചേർക്കുക. പുളി ചേർക്കുമ്പോൾ കൂടി പോയരുത്, നമ്മൾ ടൊമാറ്റോ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില മസ്റ്റായിട്ട് ചേർക്കണേ. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഈ കടായിൽ തന്നെ നല്ലൊരു ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ പുളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ചേർത്ത ആ ഒരു മല്ലിയിലയും ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടും. ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. കൂട്ട് തണുത്തതിന് ശേഷം മിക്സിയിലൊരു വലിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചട്നിയുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയാണ്, അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിക്കേണ്ട. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചട്നി അരച്ചെടുക്കുന്ന കണക്ക് ഒത്തിരി മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്നിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട, മാക്സിമം 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനാണ്. ഇനി ഇതിലോട്ട് താളിച്ചും കൂടി ചേർക്കാം. വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നതാണ് താളിക്കുന്നത് വീഡിയോ എടുക്കാത്തത്. സാധാരണ നമ്മൾ താളിച്ച് ചേർക്കുന്ന കണക്ക് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കരിവേപ്പിലയാണ് ചേർത്തത്. അങ്ങനെ നമ്മുടെ സ്വാദേര ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചട്നി വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ചട്നി തയ്യാറാക്കുന്നതിനെക്കാട്ടിൽ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ചട്നിയല്ലേ.
ഇനി നമ്മുടെ ബാറ്റർ എന്തായെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നോക്കൂ, ബാറ്റർ നല്ല കട്ടിയായിട്ടുണ്ട്. റവ ചേർത്തുകൊണ്ടാട്ടോ ഇങ്ങനെ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചും കൂടി അധികം വെള്ളം ആവശ്യമായിട്ടുണ്ട്. അതായത് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ശരിക്കും എന്ന് പറയുന്നത് നമ്മൾ മോര് വെള്ളമില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഈ ഒരു ബാറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 കപ്പ് വെള്ളമെങ്കിലും എക്സ്ട്രാ ചേർക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഒരു മോരുണ്ടല്ലോ, ആ ഒരു മോരിൻ്റെ കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത്. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്താണേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണ്ട, കുറച്ച് കട്ടിക്കുള്ള ദോശയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ഇവിടെ എല്ലാവർക്കും നല്ല മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഞാൻ കുറച്ചും കൂടി അധികം വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉപ്പും കൂടി ചേർക്കാൻ കൂടി മറക്കരുതേ. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ദോശ പാൻ വെച്ചിട്ടുണ്ട്. ദോശ പാൻ നന്നായിട്ട് ചൂടാകണം കേട്ടോ. പിന്നെ നമ്മൾ റവ ദോശ തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നാലും മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മോരിൻ്റെ കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത്. അപ്പം നമ്മൾ ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കാരണം റവ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിയിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ മാവ് ഒഴിക്കാവൂ. മാവ് ഒഴിക്കുമ്പോൾ ഇതുപോലെയാണ് ആകേണ്ടത്. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വാട്ടറി കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതുപോലെ ആയിരിക്കണം. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് വരണം. കുറച്ച് വലിയ ഹോൾസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിലും കൂടി മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെയാണ് മാവ് ഒഴിക്കേണ്ടത്. മാവ് ഒഴിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ദോശത്തവ നല്ല ചൂടായിരിക്കണേ, എന്നാൽ മാത്രമേ ഇതുപോലെ നമുക്ക് ഒഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ 1-2 പ്രാവശ്യം റവ ദോശ തയ്യാറാക്കിയപ്പോൾ ഫ്ലോപ്പായി പോയിട്ട്. അപ്പം കുറച്ച് ഞാനിങ്ങനെ നമ്മൾ ഓരോന്ന് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. ഇതുപോലെ 1-2 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാട്ടോ എടുത്ത് പറയുന്നത്. മാവ് ഒഴിച്ചിട്ട് 1-2 മിനിറ്റ് ആയതിനു ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. റവ ദോശയ്ക്ക് ഏറ്റവും നല്ലത് ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലത് നല്ലെണ്ണയാണ്. മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു ദോശ തയ്യാറാക്കുമ്പോൾ ഹൈ ഫ്ലെയിമുള്ള ബർണർ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതുപോലെ നല്ല ഒരു കളർ കണ്ടോ മാറി ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടണം. ഇതിങ്ങനെ വന്നാലാണ് ആ ഒരു റവ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചാൽ നോക്കുന്നുണ്ടോ, നല്ല പേപ്പർ കണക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല, നമുക്കിത് ഫോൾഡ് ചെയ്ത് തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ദോശയാണ്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ക്രിസ്പിനെസ് കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. ഇതുപോലെ അടുത്തൊരു ദോശ കൂടെ തയ്യാറാക്കി കാണിക്കാം. ആദ്യം തയ്യാറാക്കിയത് പ്ലെയിൻ ദോശയിൽ. നമുക്ക് ഇനി അടുത്തായിട്ട് കുറച്ച് ഉള്ളിയൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ദോശ തയ്യാറാക്കാം. നേരത്തെ പോലെ തന്നെയാണ് മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ചിങ്ങനെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു ദോശയും വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ ഉള്ളിയും കൂടി കടിക്കാനായിട്ട് കിട്ടും. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നല്ല മുരിഞ്ഞ ദോശയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ചട്നിയും കൂടെ സൂപ്പറാണ്. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കാം. തലേ ദിവസം മാവ് അരച്ച് വെച്ചില്ലെങ്കിലും റവ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ദോശ തയ്യാറാക്കാം. നോക്കൂ, നല്ല ക്രിസ്പിയാണ്. എനിക്ക് എടുക്കാൻ തന്നെ പറ്റുന്നുണ്ട്. നല്ല പേപ്പറായിട്ടുള്ള ദോശയാട്ടോ. അതുപോലെ തന്നെ ചട്നിയുടെ കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ ടേസ്റ്റിയുള്ള ചട്നിയാണ്. ഒത്തിരി സ്പൈസിയൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.